ഒന്നുമില്ല, സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഇപ്പോൾ നമ്മൾ ഓൺലൈനിലാണെങ്കിലും ടി വിക്കാണെങ്കിലും ഇന്റർവ്യൂസ് എടുത്ത സമയത്ത് സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ പല കാര്യങ്ങളും പറയുന്നതിനൊരു പരിമിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും തന്നെ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പൊ കണ്ടതിന് ശേഷം ഈ സിനിമയെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും എന്നറിയാം. പിന്നെ ഈ സിനിമ സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയണം. ഇതൊക്കെയാണ് ഈ പ്രസ് മീറ്റിന്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോട് എല്ലാവരോടും ചോദിക്കാം. സ്ക്രിപ്റ്റ് റൈറ്റർ തങ്കം, ഡയറക്ടർ നഹാസ്, പ്രൊഡ്യൂസർ ആഷിഖ് ഉസ്മാൻ, സുരാജ് ഞാൻ. നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂട്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഈ സിനിമ ഇരുകൈ നീട്ടി സ്വീകരിച്ചത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മേളിലായിരുന്നു നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഒരു ഉഗ്രൻ കോംബോ ആയിരുന്നു, ആസിഫും ഞാനും കൂടെ ഉള്ള ഉഗ്രൻ കോംബോ ആയിരുന്നു എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. പിന്നെ അതുപോലെ തന്നെ തങ്കത്തിനെ കുറിച്ച് ഒരുപാട് നീ തങ്കമല്ലട പൊന്നപ്പൻ എന്നിങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. കാരണം ആദ്യത്തെ സിനിമ സൂപ്പർ ഹിറ്റ്, രണ്ടാമത്തതും അതിനേക്കാൾ മേളിൽ അഭിപ്രായം നേടി എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. സംവിധായകനും ഭയങ്കര സന്തോഷത്തിലാണ് ആദ്യ സിനിമ ഇത്രയും വിജയം കൈവരിച്ചതിൽ. പ്രൊഡ്യൂസർ വൻ ഹാപ്പി. കാരണം ആദ്യ ദിവസം തൊട്ട് ഇവരെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാഷ് വന്ന് വീഴുന്ന അനുസരിച്ചിട്ടാണ് സന്തോഷത്തിന്റെ അളവ് കൂടുന്നത്. പിന്നെ മനോഹരമായ ഒരു സിനിമ ചെയ്തതിലുള്ള സന്തോഷമുണ്ട്. എന്ത് കാര്യം വേണമെങ്കിലും ചോദിക്കാം. ഇത് ഒരു റിയൽ സ്റ്റോറി ആയിരുന്നു. അത് ഞാൻ ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു. ശരിക്കും എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് തങ്കത്തിൻ്റെ കഥാപാത്രം. ബാക്കിയെല്ലാം പറഞ്ഞു കൊടുക്കും. മറ്റേ ആളെവിടെ, ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രം ചെയ്യുന്ന ആളെവിടെ? യാത്രയില് എല്ലാം അങ്ങനെ ഇല്ല. എന്നാൽ പോലും നമ്മൾ പല സീക്വൻസുകളൊക്കെ ജീവിതത്തിലുണ്ടായ ചില പല ഇൻസിഡൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടൊക്കെയാണ്, കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്. എന്നാൽ അതിനകത്ത് ചെറിയൊരു എക്സ്പീരിയൻസ് ലൈൻ ഉണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് ലൈൻ കൂടെ ഉണ്ട്. ഒരു മാറ്റം വരുത്തിയിട്ടില്ല. ഞാൻ എപ്പോഴും ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് ചെയ്തത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ 15 വർഷമായിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നല്ല ടെക്നീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് നല്ല ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ കൂടെ എൻ്റെ സമപ്രായക്കാരായ ഒരുപാട് നടന്മാർ വലിയ വലിയ വിജയങ്ങൾ കൈവരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുണ്ടാവാം. അതിലുണ്ടായ മാറ്റങ്ങളാണ്. ബോധപൂർവം ഞാൻ ഇന്ന് മുതൽ നന്നാവാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല. അത് അറിയായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തേനെ. പിന്നെ ഒരുപാട് ആഗ്രഹിച്ച ഒരു ചോദ്യമാണത്. 3 സിനിമകൾ ബാക്ക് ടു ബാക്ക് ഹിറ്റായി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഒരു സോഷ്യൽ ഗ്യാതറിംഗിൽ ചോദിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ചോദ്യമാണ്. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. പ്രത്യേകിച്ച് ഈ വർഷം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ മലയാള സിനിമയെ പറ്റി അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രീനെ പറ്റി നമ്മളും പുറത്തുനിന്നുള്ള ആളുകളും എല്ലാം വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സിനിമകളെ പറ്റിയിട്ട്. അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. ഈ വർഷം ഞാനൊരു പടം ഇറക്കിയത് മോശമാക്കിയില്ല എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട്. 3 ഡിഫറെന്റ് ജോണറിലുള്ള സിനിമകൾ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റി. നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്നത് ഇപ്പോൾ തമിഴിൽ നിന്നൊക്കെ ഉള്ള പല റിവ്യൂവേഴ്സും എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത്തരത്തിലുള്ള സിനിമ എന്നല്ല, അവർ എല്ലാ രീതിയിലുള്ള സിനിമകളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്നുള്ള തമിഴിൽ നിന്നുള്ള ഒരു പ്രമുഖ റിവ്യൂവർ അഡിയോസ് അമീഗോയെ പറ്റി പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം ഒരു കൾച്ചർ ബൗണ്ടറീസ് ഇല്ലാതെ ഏത് ഭാഷയിലുള്ള ആളുകൾക്കും ഇത് മനസ്സിലാകും. ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്തിട്ടുള്ള, വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഇവിടെയുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളുകളാണ്. നമുക്കുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ള സുഹൃത്തുക്കളിൽ പലരെയും നമുക്ക് ഇങ്ങനെ കിട്ടിയതാണ്. അപ്പൊ തങ്കം വന്ന് എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്തും എനിക്ക് ഒരുപാട് പേര് ഓർമ്മ വന്നു.
ഈ സിനിമ കാണുന്നവർക്കും കണ്ട് ഇറങ്ങിയ അഭിപ്രായം എഴുതിയവരും എല്ലാം പറയുന്നത് അവരുടെ സുഹൃത്തുക്കളെ പറ്റിയും അവർ പരിചയപ്പെട്ട രീതിയെ പറ്റിയും ഒക്കെയാണ്. അപ്പൊ നമുക്കറിയില്ല ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് പെട്ടെന്ന് കയറി വരുന്നതും എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതൊന്നും. അപ്പൊ അതൊക്കെയാണ് തങ്കം ഈ സിനിമയിലൂടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇപ്പൊ ഞാൻ താഴെ നിന്നപ്പോ സുഹൃത്തുക്കളോട് പറഞ്ഞു, സിനിമ കഴിഞ്ഞിട്ട് ഒരു കയ്യടി കേട്ട് കഴിഞ്ഞ പിന്നെ ഒരു സൈലൻസ് ഉണ്ട് തിയേറ്ററിൽ. ലൈറ്റ് വരുമ്പോ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കരന്റെ കണ്ണ് ആരും കാണാതിരിക്കാൻ വേണ്ടി. അത് കണ്ണുനീര് കാണുമ്പോൾ സന്തോഷം വരുന്നത് ആദ്യമായിട്ടാണ്. തിയേറ്റർ വിസിറ്റ്സിന് ഇപ്പൊ നമ്മള് രാഗത്തിൽ പോയി തൃശ്ശൂര്, അപ്പൊ അവിടെയൊക്കെ ഞാൻ വനിത വിനിത അവിടെയൊക്കെ പോയ സമയത്ത് നമ്മൾ കാണുന്നത് ആളുകൾ നമ്മളെ നോക്കുമ്പോ കരഞ്ഞ കലങ്ങിയ കണ്ണായിട്ടാണ്. പലർക്കും പലരെ ഓർമ്മ വരുന്നു, പല യാത്രകളും ഓർമ്മ വരുന്നു. അപ്പൊ അതൊക്കെയാണ് ഈ സിനിമ പയ്യെ പയ്യെ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ സൈൻ. ഞാൻ വിചാരിച്ചതിൽ അത്രയും ഞാൻ വിചാരിച്ച അത്രയും ഈ സിനിമ എത്തിയിട്ടില്ല. ആളുകൾ പറഞ്ഞറിഞ്ഞ് എത്തുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ഫീലിംഗ് നേരത്തെ ഉണ്ടായത് സൺഡേ ഹോളിഡേക്കാണ്. സൺഡേ ഹോളിഡേ ഇതുപോലെ ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞ് ഫാമിലി ഓഡിയൻസ് വന്ന് തുടങ്ങിയതിന് ശേഷമാണ് ആ സിനിമ വലിയൊരു വിജയത്തിലേക്ക് പോവുകയും 110 ദിവസത്തോളം അത് ഓടുകയും ചെയ്തത്. അത്തരത്തിലുള്ള ഒരു വിജയത്തിലേക്കാണ് ഈ സിനിമ പോകുന്നതെന്നാണ് എന്റെ പ്രതീക്ഷ. ഈ കഴിഞ്ഞ ശനിയും ഞായറുമായിട്ട് ഏറ്റവും കൂടുതൽ വന്ന് കണ്ടത് ഫാമിലീസ് ആണ്. നമുക്ക് കാണാം മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് സിനിമ കാണാൻ വരുന്നതും അവര് ഇതിന്റെ ഇമോഷൻ കൃത്യമായി മനസ്സിലാക്കുന്നതും ഒക്കെ. അപ്പം യെസ്, എന്തോ ചോദിച്ചു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. സോറി. ഈ പടത്തിന്റെ തുടക്കത്തിന് ഈ സ്മോക്കിംഗ് ഈസ് ഇൻഡ്യൂറേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഇത്, അതുപോലെ നിങ്ങളുടെ ക്യാരക്ടറായിട്ട്, അത് പൊതുവെ നമ്മുടെ സിനിമയിൽ അങ്ങനെ അവരെ ആക്ടേഴ്സ് പറയുന്നുണ്ട്, ആ ക്യാരക്ടറായിട്ട് പറയുന്നത് ആരുടെ ഐഡിയ ആയിരുന്നു? നഹാസിന് ഒരുപാട് ഐഡിയാസ് ഉള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ഒരാളാണ് ഇതിന്റെ തിരക്കഥാകൃത്ത് തങ്കവും സംവിധായകനും നിർമ്മാതാവും. അപ്പൊ ഞങ്ങളിത് ഇങ്ങനൊരു പ്ലാൻ ഇത് ആദ്യം ചെയ്തത് ഹണിബിയിലാണ്. ഹണിബി തുടങ്ങുമ്പോൾ ഞാനും ബാലുവും കൂടെ നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്നാണ് നഹാസ് ഇങ്ങനെ എന്നോട് ചോദിച്ച്, ഇക്ക നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ സ്ലാങ്ങിൽ ഇത് പറഞ്ഞാലോ. അപ്പൊ അവിടെ മുതൽ ഓഡിയൻസ് ഇത് ശ്രദ്ധിക്കണം എന്നുള്ളതും, കാര്യം നമ്മൾ ഇവരുടെ രണ്ടുപേരുടെയും വലിയ ബാക്ക് സ്റ്റോറീസ് ഒന്നും ഈ സിനിമയിൽ കാണിക്കുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യം മുതലേ തന്നെ ഈ ക്യാരക്ടേഴ്സിനെ ഓഡിയൻസിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. അതിന് ഉണ്ടാക്കിയ ബ്രില്യന്റ് ഐഡിയ ഇദ്ദേഹത്തിന്റെയാണ്. ഈ കെട്ടിയോളാന്റെ മാലാഖ നോക്കുമ്പോൾ ആസിഫിക്കായി നമ്മൾ കാണുമ്പോൾ വേറൊരു ലെവലും കഥാപാത്രമാണ്. അതിൽ നിന്ന് എനിക്ക് ഡിഫറെന്റ് ആയിട്ട് ഒരു അടിപൊളി വൈബ് നിൽക്കുന്ന ഒരു കഥാപാത്രത്തിലേക്ക് എങ്ങനെയാണ് ആസിഫിക്കായി ഇമാജിൻ ചെയ്തത്? അല്ല, അത് ആസിഫിക്കാൻ അത് വൃത്തിയാവും തോന്നിയിരുന്നു, അതുകൊണ്ട് തന്നെയാണ്. മെയിനായിട്ട് പിന്നെ ഈ കഥ എൻഡ് ചെയ്യുമ്പോൾ പോലും സത്യം പറഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല, അവരുടെ ജീവിതത്തിൽ പിന്നെയും മുന്നോട്ട് പോകുന്ന പലരും തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ പറയും ഇതിനൊരു രണ്ടാം ഭാഗം വന്നിരുന്നെങ്കിൽ അവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചു, അവരുടെ ലൈഫിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും രണ്ടാം ഭാഗം എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അവര് വീണ്ടും വലിയ കണ്ടുമുട്ടുവാണെങ്കിൽ കൊണ്ടിട്ടെ, ചിലപ്പോൾ കണ്ടുമുട്ടാൻ സാധ്യത ഉണ്ടാകുമല്ലോ. നമ്പറൊക്കെ മേടിച്ചിട്ടില്ലേ സാധ്യത അല്ലേ?